ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു സ്കേറ്റിംഗ് ഷൂ അൺബോക്സിങ് ആണ് കേട്ടോ. അപ്പോൾ റോസുട്ടീൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു സ്കേറ്റിംഗ് ഷൂ വാങ്ങിക്കണം എന്നുള്ളത്. അപ്പം നമ്മളത് സ്കേറ്റിംഗ് പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ കുട്ടികൾ ചെയ്യുമ്പോൾ അപകടമൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെയും വാങ്ങിക്കൊടുക്കാതിരുന്നത്. പിന്നെ അതിൻ്റെ ഒരു ട്രെയിനിങ് ഒക്കെ പ്രൊഫഷണലായിട്ട് കിട്ടണമല്ലോ. അപ്പം അതും അവരുടെ സ്കൂളിൽ സ്കേറ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് റോസുട്ടി അങ്ങനെ ട്രെയിൻഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കാതിരുന്നതായിരുന്നു. പക്ഷേ ഭയങ്കര ആഗ്രഹം പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ബെഗിനേഴ്സിനുള്ളൊരു സ്കേറ്റിംഗ് ഷൂ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് വന്നു. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ റോസുട്ടി. കണ്ടോ, ഒരു പിങ്ക് കളറാണ് സ്കേറ്റിംഗ് ഷൂ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കും കണ്ടിട്ട് നല്ല ഇഷ്ടമായി. നല്ല കളറാണല്ലോ. അതുമാത്രമല്ല നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സ്കേറ്റിംഗ് ഷൂവിൻ്റെ അടിയിൽ അത് സ്ക്രൂ ചെയ്യാനായിട്ട്, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായതുകൊണ്ട് കുട്ടികളുടെ കാല് പെട്ടെന്ന് വളർന്നാലും നമുക്കതിനനുസരിച്ച് അത് വലുതാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ കുറച്ച് സോഫ്റ്റാണ്, അത്ര ഹാർഡല്ല, അതുകൊണ്ട് കാലൊന്നും വേദനിക്കുകയൊന്നുമില്ല. റോസുട്ടി ഇനി അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ നോക്കുകയാണ്. അപ്പം ആദ്യമായിട്ടാണല്ലോ നമ്മളിത് വാങ്ങുന്നത്. അപ്പം അതിൻ്റേതായ ഒരു ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. അത് ഓടിക്കുമ്പം, അതായത് സ്കേറ്റിംഗ് ഷൂ ഇട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വീഴുമോ, കാല് മുറിയോ, അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. കുട്ടികളല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടുന്നെങ്കിലൊക്കെ അവരത് മനസ്സിലാക്കി വെക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെപ്പോലെ, പണ്ടത്തെ നമ്മളെപ്പോലെയല്ല, അവർ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണല്ലോ. കാര്യങ്ങളെല്ലാം പെട്ടെന്നാണ് അവർ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ അവളുടെ ഷൂ അവളുടെ കാലിനനുസരിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിലൊരു ഇങ്ങനെ കെട്ടാനായിട്ടുണ്ട്. അപ്പം ആ ലേസ് കെട്ടി കൊടുക്കുകയാണ് ഞാൻ. അതിന് ശേഷം ആദ്യം അത് ഷൂ അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു, നമുക്കത് അറിയില്ലല്ലോ. അപ്പം ഞാൻ ആദ്യം ലേസ് കെട്ടിയിട്ടാണ് പിന്നെ ഷൂ അഡ്ജസ്റ്റ് ചെയ്ത് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തത്. ഓക്കെ, റോസുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഒരുപാട് നാളത്തെ റോസുട്ടീൻ്റെ ഒരു ആഗ്രഹമാണ്. അവൾ വീഴും കാല് മുറിയും എന്നൊരു പേടി കൊണ്ട് നമ്മൾ വാങ്ങിക്കാതിരുന്നതാണ്. പക്ഷെ കുട്ടികൾ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമ്മൾ സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ അതിൻ്റെ ഒരു ഇത്. പിന്നെ നമ്മൾ കുറച്ചും കൂടി ധൈര്യം സംഭരിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുട്ടികളെ വിടാനായിട്ട് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ പേടിച്ചിരുന്ന അവരുടെ ആ ഒരു പേടി മാറത്തേയില്ല. നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒട്ടും പേടിക്കാതെ തന്നെ അവർക്ക് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് വരാനായിട്ട് പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ ആരും പേടിച്ചിട്ട് ഇത് വാങ്ങിക്കൊടുക്കാതെ ഒന്നും ഇരിക്കേണ്ട. മുൻപിൽ കണ്ടോ ഒരു പിങ്ക് കളറിലൊരു ക്യാപ്പ് പോലത്തെ സംഭവം, അത് കുത്തിയാൽ സ്റ്റോപ്പാവും. അപ്പോൾ അവർക്കത് ആദ്യം പറഞ്ഞു കൊടുക്കണം. ഒരു ബ്രേക്ക് പോലെ ഇങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ പോകുമ്പോൾ പിന്നെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതിനകത്ത് തന്നെ സ്റ്റോപ്പർ പോലത്തെ ഒരു സംഭവമുണ്ട്, അത് കുത്തിയാൽ മതി, ചവിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് സെറ്റാവും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. പിന്നെ ബെൽറ്റൊക്കെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, പിന്നെ സൈസൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കറക്റ്റ് അവരുടെ കാലിൻ്റെ സൈസാക്കി വെക്കുക. കണ്ടോ, ഈ സ്ക്രൂ ഉപയോഗിച്ചാണ് ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്താൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. അവരുടെ അതിങ്ങനെ നീങ്ങി കളിക്കും അല്ലെങ്കിൽ ടൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ മാക്സിമം നമ്മുടെ വീടിനകത്തൂടെ ഈ ടൈലിൻ്റെ മേലെ കൂടെയൊക്കെ പോകാതിരിക്കുന്നതാവും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. കാരണം ടൈലിൽ സ്കേറ്റിംഗ് ചെയ്താൽ ഭയങ്കരമായിട്ട് വീഴാൻ സാധ്യതയുണ്ട്. ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഇൻ്റർലോക്കൊക്കെ ചെയ്ത ഒരു മുറ്റമാണ്, അല്ലെങ്കിൽ സാധാരണ നോർമൽ മുറ്റമാണെങ്കിൽ വലിയ സീനില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ആദ്യമായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നന്നായിട്ട് കെയർഫുള്ളായിട്ടിരിക്കുക. ഇപ്പോൾ റോസുട്ടി ഇതിന് മുന്നേ 1-2 പ്രാവശ്യം ഒരു കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം നമുക്കതുകൊണ്ട് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. എന്നാലും അവൾ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷൻ അവൾക്കുണ്ടാകുമല്ലോ. പക്ഷെ അവൾ നന്നായിട്ട് തന്നെ ചെയ്തു.
അവളുടെ ഫ്രണ്ട്സ് കളിക്കാൻ വന്ന സമയത്താണെങ്കിലും അവർ രണ്ട് കൈയിലും പിടിച്ചിട്ട് കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി, പിന്നെ തനിയെ പോയി, അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തായാലും അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ.